വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് മീൻ ഏത്തയ്ക്ക തോരനാണ്. മീൻ ഇഷ്ടപ്പെടുന്ന എല്ലാ മലയാളികൾക്കും വേണ്ടിയുള്ള ഒരു അടിപൊളി ഡിഷാണ്. ഇതിനാദ്യം ചെയ്തതെന്നാന്ന് ചോദിച്ചാൽ മീനും കൊടംപുളിയും ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുത്തു. ഒരു 10 മീനോളം എടുത്തു. പിന്നെ ഏത്തയ്ക്ക 2 വലിയ ഏത്തയ്ക്ക എടുത്ത് അതും വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. തേങ്ങ ഒരു മുറിയോളം തേങ്ങ ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുണ്ട്. ആ ഒരു മുറി തേങ്ങ ചിരകി വെച്ചതാണ്. പിന്നെ പെരിഞ്ജീരകം, നമുക്ക് അത്യാവശ്യത്തിന് പെരിഞ്ജീരകം, മഞ്ഞൾപ്പൊടി, കാന്താരി മുളക്, കറിവേപ്പില, ഉള്ളി. ഞാൻ ചുവന്നുള്ളിയാണ് എടുത്തേക്കുന്നത്. അത്യാവശ്യം മുഴുപ്പുള്ളത് കൊണ്ട് ഒരെണ്ണം എടുത്തുള്ളൂ. ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക്, കടുക്. ഇത്രയും ചേരുവകളാണ് നമുക്ക് ഈ നമ്മുടെ മീൻ ഏത്തയ്ക്ക തോരൻ വെക്കാൻ വേണ്ടി വേണ്ടത്. അതിനുവേണ്ടി ഞാൻ പറഞ്ഞു ഓൾറെഡി ഇവിടെ ഉപ്പും കൊടംപുളിയും ഇട്ട് മീൻ വറ്റിച്ച് വെച്ചിട്ടുണ്ട്. ആ മീനെ മുള്ളിൽ നിന്ന് വേർതിരിക്കുകയാണ്. മുള്ള് കളഞ്ഞിട്ട് മാംസം ഭാഗം മാത്രം നമ്മൾ എടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഒരു 10 മീനോളം എടുത്തിട്ടുണ്ട്. നേരം ഇതിപ്പം ആ ഒരു പുളിയും ഉപ്പെല്ലാം ചേർന്ന് നല്ല വെന്തിരിക്കുന്നതാണ്. അതിനകത്ത് നിന്ന് നമുക്കിപ്പോൾ ആർക്കും അതിനകത്ത് മുള്ളെല്ലാം കളഞ്ഞ് ശ്രദ്ധിച്ച് മുള്ളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഇത് പ്രിപ്പയർ ആക്കുന്നത്. അതിനുശേഷം ഞാൻ മിക്സിയുടെ ജാർ എടുത്തു. നമുക്കിനി അതിന് വേണ്ട എടുക്കുകയാണ്. അതിന് ആദ്യം അരമുറി തേങ്ങ ഞാൻ ചിരകി വെച്ചത് അതിനകത്തോട്ടിട്ടു. അതിനുശേഷം തേങ്ങ ഇട്ടതിന് ശേഷം എടുക്കേണ്ടതെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മാത്രം, അധികം മഞ്ഞൾപ്പൊടി വേണ്ട, വളരെ കുറച്ച് ലൈറ്റായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ വേണ്ടത് കുരുമുളക് അധികം വേണ്ട, കാരണം വെച്ചാൽ നമ്മൾ കാന്താരി മുളകാണ് ഇതിനകത്ത് ഇടുന്നത്. അന്നേരം കുരുമുളക് വേണ്ട, നല്ല ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടി കുരുമുളക്. പിന്നെ കാന്താരി മുളക് എന്ന് പറയുമ്പം കൊളസ്ട്രോളിനും ഒത്തിരി ഗുണങ്ങളുണ്ട് കാന്താരി മുളകിന്. പിന്നെ പെരിഞ്ജീരകം 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകം. പിന്നെ ഉള്ളി, ചുവന്നുള്ളിയാണ് എടുത്തേക്കുന്നത്. അത്യാവശ്യം എൻ്റെ മുഴുപ്പുള്ളത് കൊണ്ട് ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. നിങ്ങൾ ചെറിയ ചുവന്നുള്ളി എടുക്കുന്നെങ്കിൽ ഒരു 2-3 എടുക്കാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പ്. സോ ഇത്രയും ചേരുവകൾ വെച്ച് നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അടുത്തായിട്ട് ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കുക്ക് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഒരു ഇരുമ്പ് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. തീ ഓണാക്കി അത് ചട്ടി ചൂടായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് എണ്ണ ഒഴിച്ചു. എണ്ണയൊന്ന് ചൂടാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ സാധാരണ ഇന്ന് കടുക് പൊട്ടിച്ച് എടുക്കുന്നു. വളരെ കുറച്ച് ഒരു കടുക് ഇടുക. കടുക് ഏകദേശം പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും ചെറിയുള്ളി നമ്മൾ അരിഞ്ഞു വെച്ചതുണ്ട്, അതിടുക. ആ ഒരു പച്ചമണമൊക്കെ വരുന്നുണ്ട്, ഉള്ളിയുടെ മണം വേറൊരു തന്നെയാണല്ലോ. പിന്നെ നമ്മളിവിടെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ തേങ്ങയും കാന്താരിയും ഉള്ളിയും പെരിഞ്ജീരകം ഇതെല്ലാം കൂടെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച അതും കൂടെ ഒന്ന് ആ ഒരു പച്ചമണം മാറുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എണ്ണയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഏകദേശം ഒന്ന് ഇതായിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ മുള്ള് കളഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന മുള്ള് കളഞ്ഞു വെച്ച നമ്മുടെ മീനുണ്ടല്ലോ, ആ മീൻ കഷ്ണം കൂടി ഇതാക്കുക. ഇനി ഇത് രണ്ടും കൂടെ മിക്സ് ആക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ ചേരുവകൾ രണ്ടും കൂടെ, അതായത് മീനും അതേപോലെ അത് രണ്ടും കൂടെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി, ഹൈ ഫ്ലെയിമിൽ ഇടേണ്ട ആവശ്യമില്ല. ഇത് ഓൾറെഡി നമ്മൾ ഏത്തയ്ക്ക എടുത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ആ ഏത്തയ്ക്കയും കൂടെ ഇതിനകത്തോട്ട് മിക്സ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിനകത്തോട്ട് നമ്മളൊരു ഇച്ചിരി ഗ്രേവി പോലെ വരുന്ന, അല്ലെങ്കിൽ ഇച്ചിരി ഒരു ഇതായിട്ട് തിക്നെസ് ഇല്ലാതെ വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മീനും കൊടംപുളിയും അതുപോലെ തന്നെ ഉപ്പും കൂടി ഇട്ട് വേവിച്ചതിൻ്റെ വെള്ളമുണ്ട്. ആ ഒരു വെള്ളം ഇതിനകത്തോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അന്നേരം നോക്കി ആ ഒരു സ്മെല്ല് ഇപ്പം തന്നെ നമുക്ക് എടുത്ത് കഴിക്കാൻ അത്രയും നല്ലൊരു ആ ഒരു സ്മെല്ലാണ് വരുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എല്ലാം, അതായത് ഏത്തയ്ക്കായും അതേപോലെ മീനും ആ ഒരു ചേരുവയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് സമയത്തേക്ക് ഇത് മൂടി വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 2 മിനിറ്റോളം മൂടി വെച്ചു.
ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ നമ്മൾ നോക്ക്, കളറൊക്കെ മാറി നല്ല അടിപൊളി കളറായിട്ടുണ്ട്. കളർഫുൾ പോലെ തന്നെ അത്രയും ടേസ്റ്റ്ഫുൾ ആണ് ഈ ഒരു ഡിഷ് എന്ന് പറയുന്നത്. മീൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഇത് ഒന്ന് ട്രൈ ചെയ്യാവുന്ന ഒന്നാണ്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. നമുക്ക് ജസ്റ്റ് അതേപോലെ തന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുത്തു. ഇനി നമുക്കൊന്ന് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാവുന്നതാണ്. ഉപ്പൊക്കെ കറക്റ്റാണ്. കാരണം എന്നാന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു വെള്ളം നന്നായിട്ട് എടുക്കുന്നുണ്ടല്ലോ, ഉപ്പും പുളിയും ഇട്ടതൊക്കെയാണ്. അന്നേരം വളരെ വ്യത്യസ്തമായ ഒരു ടേസ്റ്റാണ്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ്, സെർവ് ചെയ്ത് വെക്കാവുന്നതാണ്. അന്നേരം നമ്മുടെ മീൻ ഏത്തയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. എന്നിട്ട് ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കണം. അതേപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം.